നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യോസേഫും നീക്കോദീമോസും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 38 മുതൽ 42 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. അനന്തരം യഹൂദന്മാരെ പേടിച്ച് രഹസ്യത്തിൽ യേശുവിന്റെ ഒരു ശിഷ്യനായിരുന്ന അരിമത്തയിലെ യോസേഫ് യേശുവിന്റെ ശരീരം എടുത്ത് കൊണ്ടുപോകുവാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പീലാത്തോസ് അനുവദിക്കിയാൽ അവൻ വന്ന് അവന്റെ ശരീരം എടുത്തു. ആദ്യം രാത്രിയിൽ അവന്റെ അടുക്ക വന്ന നീക്കോദീമോസും ഏകദേശം 100 റാത്തൽ മൂറും അകിലും കൊണ്ടുള്ള ഒരു കൂട്ട് കൊണ്ടുവന്നു. അവർ യേശുവിന്റെ ശരീരമെടുത്ത യഹൂദന്മാർ ശവം അടക്കുന്ന മര്യാദ പ്രകാരം അതിനെ സുഗന്ധവർഗത്തോട് കൂടെ ശീല പൊതിഞ്ഞു കെട്ടി അവനെ ദൂഷിച്ച സ്ഥലത്ത് തന്നെ ഒരു തോട്ടവും, ആ തോട്ടത്തിൽ മുമ്പേ ആരെയും വെച്ചിട്ടില്ലാത്ത പുതിയൊരു കല്ലറയും ഉണ്ടായിരുന്നു. ആ കല്ലറ സമീപം ആകൊണ്ട് അവർ യഹൂദന്മാരുടെ ഒരുക്കനാൾ നിമിത്തം യേശുവിനെ അവിടെ വെച്ചു. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തു താൻ മരിക്കുമെന്നും 3-ാം നാൾ ഉയർക്കുമെന്നും, അല്ലെങ്കിൽ യോനയ്ക്ക് സംഭവിച്ചതുപോലെ ആയിരിക്കും തനിക്ക് സംഭവിക്കുക. യോന കടലാനയുടെ വകത്തിൽ 3 രാവും 3 പകലും ഇരുന്നതുപോലെ മനുഷ്യപുത്രൻ ഭൂമിക്കുള്ളിൽ 3 രാവും 3 പകലും ഇരിക്കും എന്ന് യേശു പറഞ്ഞിരുന്നു. പക്ഷേ എവിടെ യേശുവിൻ്റെ ശവസംസ്കാരം നടക്കും എന്ന് പറഞ്ഞിരുന്നില്ല. കർത്താവായ യേശുക്രിസ്തു എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം തീർച്ചയായിട്ടും പ്രവചനപ്രകാരമാണ് സംഭവിച്ചത്. യേശുവിൻ്റെ ഓശാന ദിവസത്തെ കഴുതപ്പുറത്തുള്ള യാത്ര, അത് പ്രവചനത്തിൻ്റെ നിവൃത്തിയായിരുന്നു. ശിഷ്യന്മാരുമായി പെസഹ കഴിച്ചത്, അത് പ്രവചനത്തിന് നിവൃത്തിയായിരുന്നു. അതുപോലെ യേശുവിനെ പിടിച്ച് ബന്ധിച്ചതും അടിച്ചതും പ്രവചന നിവൃത്തിയായി. 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കപ്പെടും, പ്രവചന നിവൃത്തിയായിരുന്നു. ആ പണം കൊണ്ട് പ്രദേശികളെ കുഴിച്ചിടുവാൻ ഒരു സ്ഥലം വാങ്ങാൻ ഇടയാകും, അതൊക്കെ നിറവേറ്റപ്പെടുവാൻ ഇടയായി. പക്ഷേ യേശു എവിടെ അടക്കപ്പെടുമെന്ന് പറഞ്ഞില്ല. പെസഹയുടെ ദിവസം ശിഷ്യരോട് പറഞ്ഞു, നിങ്ങൾ പോവുക, ഒരു കൂടെ വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ പോകുന്നത് കാണും, അദ്ദേഹത്തിൻ്റെ പുറകെ പോയിട്ട് ആ വീട്ടിൽ ചെന്ന് പെസഹ കഴിക്കാനുള്ള ശാല എവിടെയെന്ന് ഗുരു ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ തിരിച്ചൊരുക്കി ഒരു വന്മാലയെ കാണിച്ചു തരും എന്ന് യേശു പറഞ്ഞിരുന്നു. അതുപോലെ നിങ്ങൾ പോകുമ്പോൾ ഒരു കഴുതക്കുട്ടി കെട്ടിരിക്കുന്നത് കാണും, അഴിച്ചുകൊണ്ട് വരിക, കർത്താവിന് ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ അദ്ദേഹം അതിനെ വിട്ടുതരുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ തൻ്റെ ശവസംസ്കാരം എവിടെയായിരിക്കും എന്നുള്ള കാര്യം യേശു പറഞ്ഞിരുന്നില്ല. ശിഷ്യന്മാർ ചോദിച്ചുമില്ല. കാരണം ശിഷ്യന്മാരെല്ലാം യേശു ഉൾപ്പെടെ ഗലീലക്കാരാണ്. ഇവിടെ നിന്ന് ഗലീലയ്ക്ക് ബോഡി കൊണ്ടുവരിക എന്നുള്ളത് വളരെ സമകരമായ ഒരു കാര്യമാണ്. ഇവിടെ ആരെങ്കിലും ഈ യേശുവിൻ്റെ ശരീരം അടക്കാൻ സമ്മതിക്കുമോ എന്നുള്ളത് സംശയമാണ്. കാരണം യേശു ഒരു കള്ളപ്രവാചകനാണെന്നാണ് ആളുകൾ വിചാരിച്ചിരുന്നത്. മരിച്ചതോടുകൂടെ അതവർക്ക് ഉറപ്പായിരിക്കുക. അങ്ങനെയുള്ള ഒരാളുടെ ശരീരം അടക്കാനായിട്ടൊരു സൗകര്യം ആരും നൽകുകയില്ല, ഒരു വീട്ടുകാരും നൽകുകയില്ല. പക്ഷേ പിതാവായ ദൈവം ഒരു മനുഷ്യനെ കൊണ്ടൊരു കല്ലറ വെട്ടി ഉണ്ടാക്കിച്ചിരുന്നു. അത് യോസേഫ് എന്ന റോമാ ഗവൺമെൻറ്റിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥനാണ്. മന്ത്രി എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്നു. അക്കാലത്ത് മന്ത്രിമാർ ഇല്ലല്ലോ. റോമാ ഗവൺമെൻറ്റിൻ്റെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹം ഒരു വിശ്വാസിയായിരുന്നു. അതായത് ബൈബിളിനെ കുറിച്ച് കേട്ട് ബൈബിളാണ് സത്യം എന്ന് അദ്ദേഹം, ബൈബിളിലെ യഹോവയായ ദൈവമാണ് സത്യം എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. എന്നാൽ യേശുവിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം മനുഷ്യനായതാണ് യേശു എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു. പക്ഷേ യേശുവിൻ്റെ ശുശ്രൂഷ കാലത്ത് അതൊന്ന് പറയാനോ യേശുവിനോടൊപ്പം സഞ്ചരിക്കാനോ കഴിഞ്ഞില്ല. പക്ഷേ അദ്ദേഹം വളരെ കൃത്യസമയത്ത്
മറ്റാർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ചെയ്യാൻ തയ്യാറായി. തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് പീലാത്തോസിനെ സമീപിച്ചു. ആ ശരീരം ഞാനെടുത്ത് അടക്കിക്കോട്ടെ എന്ന് ചോദിച്ചു. പീലാത്തോസ് അനുവദിച്ചു. അദ്ദേഹം നിക്കോദീമോസിനെ കൂട്ടി ആ കുരിശിൽ നിന്ന് ആ ശരീരം ഇറക്കി നന്നായി കഴുകി തുടച്ചു. നിർമ്മല ശീലകൾ ചുറ്റി. യേശു ബത്ലഹേമിൽ ജനിച്ചപ്പോൾ കീറ്റുശീലകളെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ വിലയേറിയ ശീലകൾ കൊണ്ട് 100 റാത്തൽ സുഗന്ധവർഗത്തോടു കൂടെ അവര് യേശുവിനെ പൊതിഞ്ഞു കെട്ടി ആരെയും വെക്കാത്ത ആ പുതിയ കല്ലറയിൽ വെക്കുവാൻ ഇടയായിട്ട്. ആ പുതിയ കല്ലറയ്ക്ക് അടപ്പുകൊണ്ട് മൂടുവാനും തയ്യാറായി. പ്രിയപ്പെട്ടവരെ, ഈ കാര്യവും ബൈബിളിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. യെശയ്യാപ്രവചനം 53 അവസാന ഭാഗത്ത് എഴുതിയിട്ടുള്ളത് അവൻ്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോട് കൂടെ ആയിരുന്നു എന്നാണ്. 2 സമ്പന്നരായ ആളുകൾ, യോസേഫ് എന്ന ഉന്നത ഉദ്യോഗസ്ഥനും യഹൂദന്മാരുടെ ഉപദേഷ്ടാവായ നിക്കോദീമോസും കൂടെ വന്നിട്ട് വലിയ ചെലവ് ചെയ്ത് ഒരു മഹാരാജാവിനെ അടക്കുന്നത് പോലെ പുതിയ കല്ലറയിൽ യേശുവിനെ അടക്കുവാൻ അവർ തയ്യാറായി. അല്ലെങ്കിൽ അത്രമാത്രം അവർ യേശുവിനെ സ്നേഹിച്ചു. പ്രിയപ്പെട്ടവരെ, ജീവിച്ചിരുന്ന കാലത്ത് യേശുവിനോട് കൂടെ നടക്കാൻ സാധിച്ചിരുന്നില്ലെങ്കിലും ശരീരം വിട്ട യേശു ജീവിക്കുന്നു എന്ന് വിശ്വസിച്ച് അവർ അദൃശ്യനായ യേശുവിൻ്റെ ശിഷ്യരാകാൻ തയ്യാറായി ഉള്ള ധൈര്യം അവർ കാണിച്ചു. ഒരുപക്ഷെ ഈ കാര്യം കൈസറുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഇദ്ദേഹത്തിന് ജോലി പോകും. അതുപോലെ നിക്കോദീമോസിൻ്റെ ശുശ്രൂഷ അത് ബാധിക്കും. അതൊന്നും അവർ ചിന്തിക്കാതെ ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണ് യേശു എന്ന് മനസ്സിലാക്കി യേശുവിനായിട്ട് തങ്ങളുടെ സ്വാധീനം വിനിയോഗിക്കാൻ തയ്യാറായി. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ അവരുടെ സ്ഥാനം വലിയതായിരിക്കും. കർത്താവ് നമുക്ക് തന്ന സാധ്യതകൾ കർത്താവിന് വേണ്ടി വിനിയോഗിക്കുവാൻ ദൈവം നമ്മെയും ഒരുക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.